അങ്ങനെ ഒരു വെളുപ്പാങ്കാലത്ത് തലേ ദിവസം തൊട്ട് നല്ല മഴയും കാറ്റും തണുപ്പൊക്കെ ആയിരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ച നല്ല രീതിയിൽ ഞാൻ കിടന്ന് ഉറങ്ങി പോകുന്നു. പിന്നെ അലാറം വെച്ചിട്ടുണ്ടായിരുന്നു. പിറ്റേ ദിവസം നമുക്ക് പോകണം എന്നുള്ളൊരു മൈൻഡ് ഉള്ളതുകൊണ്ടുണ്ടല്ലോ ഞാൻ കറക്റ്റ് സമയത്ത് തന്നെ എണീച്ചിട്ടുണ്ടായിരുന്നു. അലാറത്തിൻ്റെ ഒന്നും ആവശ്യം വേണ്ടി വന്നിട്ടില്ലേ. അപ്പോൾ ഇത് എത്രാം തീയതിയാന്ന് വെച്ചാൽ 24/5 മെയ്, അതായത് ഇന്നത്തെ ദിവസത്തെ വീഡിയോ തന്നെയാണ്. രാവിലെ തന്നെ ഞങ്ങളിപ്പോൾ പോകുന്നത് കാര്യവട്ടം ക്യാമ്പസിലേക്കാണ് കേട്ടോ. എന്തിനാന്നൊക്കെ വഴിയെ പറഞ്ഞുതരാം. അപ്പോൾ എൻ്റെ കൂടെ ഇന്നുള്ള സഹയാത്രിക ദാണ്ടെ നമ്മുടെ ശ്രീകുട്ടിയും അതുപോലെ തന്നെ അമ്മയാണ് വന്നേക്കുന്നത്. ഞങ്ങളിപ്പോൾ എന്തിനാണ് ഇവിടെ വന്നേക്കുന്നതെന്ന് വെച്ചാൽ അതെല്ലാം ഞാൻ വഴിയെ പറയാന്നേ. അവിടെ നിന്നപ്പോഴത്തേക്ക് കണ്ട പ്ലെയിനൊക്കെ തകർത്ത് പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ നേരെ പോയി നമ്മുടെ ശ്രീകുട്ടി ഇറങ്ങി വരികയാണ്. വേറെ ഒന്നല്ല, ശ്രീകുട്ടിക്ക് നേരെ എക്സാം ഉണ്ടായിരുന്നു കേട്ടോ. എക്സാമിന് വേണ്ടിയിട്ട് വന്നതാണ്. അങ്ങനെ എക്സാം കഴിഞ്ഞ് വരുന്ന ശ്രീകുട്ടിയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അപ്പോൾ ഞങ്ങൾ ചോദിക്കണം എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം എന്നൊക്കെ. അപ്പോൾ പറയുന്നുണ്ട് എല്ലാം എഴുതിയിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ നേരെ ഇറങ്ങി. ഇനി അടുത്ത് ഞങ്ങൾ പോകണമെന്ന് വെച്ചാൽ യൂണിവേഴ്സിറ്റിയിലേക്കാണ്. യൂണിവേഴ്സിറ്റിയിലേക്ക് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. എനിക്ക് ശ്രീകുട്ടിക്കും പോകണമായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഇറങ്ങി പോവുകയാണ്. ബാഗ് എന്താ ഇങ്ങനെ ഇട്ടേക്കുന്നതെന്ന് വെച്ചാൽ നല്ല രീതിയിൽ നനയുന്നുണ്ടായിരുന്നു. കാരണം ഞങ്ങളുടെ 3 പേരുടെയും കയ്യിൽ ആകെ 2 കുട ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ 2 ബാഗ് ഇട്ടേക്കുവാണ്. അങ്ങനെ നടന്ന് ഞങ്ങൾ നേരെ പോവുകയാണ്. പോകുന്ന വഴിക്കുണ്ടല്ലോ അവിടെ ക്യാൻറ്റീൻ ഉണ്ടായിരുന്നേ. കഴിഞ്ഞ പ്രാവശ്യം യൂണിവേഴ്സിറ്റി വന്നപ്പോഴത്തേക്കാണ് ഈ ഒരു കേക്കിനെ പറ്റി ഞങ്ങൾ അറിയുന്നതും കാണുന്നത്. അതുകൊണ്ട് തന്നെ തേടി പിടിച്ച് ചെന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു ഒരു പാക്കറ്റിന് എനിക്ക് തോന്നുന്നു 30 രൂപ അങ്ങനെ എന്താണ്. അങ്ങനെ ഞങ്ങൾ ക്യാൻറ്റീനിലേക്ക് നേരെ ഓടിച്ചാൽ അതൊരു പാക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അവസാനത്തെ പീസായിരുന്നു അത്, ഞങ്ങൾക്കായിരുന്നു വിധിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ നടന്ന് നീങ്ങുവാണ്. നല്ല രീതിയിൽ വിശക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് യൂണിവേഴ്സിറ്റിയിലേക്ക് പോകുന്നതായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. അങ്ങനെ നല്ലൊരു റെസ്റ്റോറൻറ്റ് തപ്പി ഞങ്ങൾ നടക്കാൻ നേരം ഞാൻ കണ്ടൊരു കാഴ്ച കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ടായിരുന്നു. അമ്പലവും പള്ളി അതുപോലെ തന്നെ തൊട്ടടുത്തൊരു ചർച്ചും കൂടി ഉണ്ടായിരുന്നു. റോഡ് സൈഡ് ആയതുകൊണ്ട് തന്നെ തിരിഞ്ഞു നിന്ന് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. നല്ലൊരു കാഴ്ചയാണ്. ഇത് കറക്റ്റ് ലൊക്കേഷൻ എവിടെയാണെന്ന് അറിയത്തില്ല. ഇത് അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം. നേരെ കയറി നല്ലൊരു ബിരിയാണി മേടിച്ചിട്ടുണ്ടായിരുന്നു. ചിക്കൻ ഫ്രൈയും കൂട്ടത്തിൽ മേടിച്ചായിരുന്നു. അമ്മ വെജ് ആയതുകൊണ്ട് തന്നെ ഊണായിരുന്നു മേടിച്ചിട്ടുണ്ടായിരുന്നു. നല്ല രീതിയിൽ ഫുഡൊക്കെ കഴിച്ചു. അസല് മഴ പെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ മഴയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ യൂണിവേഴ്സിറ്റി എത്തി. വന്ന കാര്യങ്ങളെല്ലാം സെറ്റായി നടന്നതിന്റെ സന്തോഷത്തിൽ ഞങ്ങൾ ചായക്കടയിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് ഒരു കട്ട്ലറ്റ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ഫ്രഷ് ജ്യൂസും അതുപോലെ തന്നെ ചായ അമ്മയും ശ്രീകുട്ടിയായിരുന്നു കേട്ടോ മേടിച്ചിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഈ വക ഐറ്റംസിനൊന്നും താല്പര്യമില്ലെന്ന് ഞാൻ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ അതിൽ കഴിക്കാൻ നേരം കുറേ പേര് ഇങ്ങനെ ഒന്ന് ദയനീയമായിട്ട് നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് പാവം തോന്നി. അങ്ങനെ ഞാൻ അവർക്കും കൂടി കുറച്ച് കട്ട്ലറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കൊടുത്തതിന് ശേഷം ഞങ്ങൾ ഇനി ഇവിടെ നേരെ ഇറങ്ങുകയാണ്. അപ്പം എല്ലാം സക്സസ് ആയി നടന്ന് ഗൈസ്. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് നേരെ വീട്ടിലേക്ക് പോകണം. സത്യം പറയില്ല, ഇറങ്ങാൻ നേരം എനിക്ക് നോസ്റ്റ് പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പണ്ട് കോളേജിൽ നിന്ന് ഞങ്ങൾ എല്ലാവരും കൂടി ഇവിടെ വന്നിരുന്നത് നിന്നതൊക്കെയായിരുന്നു എനിക്ക് ഓർമ്മ വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒരു കാലം. അങ്ങനെ പിന്നെ പരിപാടികളെല്ലാം നടന്ന സന്തോഷത്തിൽ ഞങ്ങൾ ടാറ്റ പറഞ്ഞ് പോവുകയാണ്. ഇനി നേരെ വീടെത്തണം. അപ്പോൾ ബൈ, നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം കേട്ടോ.